നമസ്കാരം. മലയാളി വാർത്താ ടോക്കിലേക്ക് സ്വാഗതം. ആഗോള അയ്യപ്പ സംഗമം 8 നിലയിൽ പൊട്ടിയെന്ന കാര്യത്തിൽ സംശയമില്ല. അത് പൊട്ടിയിട്ടില്ല എന്ന നാഴിക്ക് 40 വട്ടം എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ പറഞ്ഞാലും സത്യാവസ്ഥ അതല്ല, വിപരീതം തന്നെയാണ്. ഏത് മൂഡ്? ഭക്തി മൂടാണ് പിണറായി വിജയൻ ഇപ്പോൾ. പക്ഷേ ആ മൂഡ് അധികകാലം നിൽക്കില്ല, മൂടും കൂത്തി താഴെ വീഴുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ട്രോളുകൾ. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ എതിർപ്പുമായി രംഗത്തെത്തുകയാണ് ജി സുധാകരൻ. അതെ, അദ്ദേഹം കൃത്യമായി തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും അദ്ദേഹത്തിന്റെ ഭരണത്തിനുമെതിരെ കൃത്യമായ ശബ്ദമുയർത്തുന്ന ആളാണ്. അദ്ദേഹത്തെ പരമാവധി ഒതുക്കാൻ ശ്രമിച്ചാലും അദ്ദേഹത്തിന്റെ ശബ്ദം ശക്തമായി തന്നെ മുന്നോട്ട് വരും. ഇപ്പോൾ ഏത് തലത്തിലേക്കാണ് ജി സുധാകരന്റെ ഒരു വിമർശനം വന്നിരിക്കുന്നത്? വിമർശനം എന്ന് പറയുമ്പോൾ നേരിട്ട് പിണറായിക്ക് കുത്തുന്ന ഒരു വിമർശനമാണ് ശരിക്കും ജി സുധാകരൻ നടത്തിയിരിക്കുന്നത്. അതായത് അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചുകൊണ്ട് ഒരു വാക്കുപോലും പറഞ്ഞില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട്: അധികാരമുള്ളവരുടെ കൂടെയല്ല, ആദർശമുള്ളവരുടെ കൂടെ വേണം ശ്രീനാരായണ സംഘങ്ങൾ നിൽക്കാൻ എന്നുള്ളതാണ്. വെള്ളാപ്പള്ളിക്കും പിണറായിക്കുമുള്ള കുത്താണ്. അതായത് ശ്രീനാരായണ സംഘങ്ങൾ നിൽക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ശ്രീനാരായണ സംഘത്തിന്റെ ഒരു പ്രധാനിയാണ് എന്ന് പറഞ്ഞാണല്ലോ വെള്ളാപ്പള്ളി നടേശൻ നിൽക്കുന്നത്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ പോലെ ഉള്ളവർ പോലും കൃത്യമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ രാഷ്ട്രീയ ചായ്വ് മനസ്സിലാക്കിയിട്ടും കൂടെ പോയി നിന്ന് ആ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി പിണറായിക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ് എന്ന് ജി സുധാകരൻ പറയുന്നു. ഭക്തരെന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് അധികാരമുള്ളവരുടെ കൂടെയല്ല, ആദർശമുള്ളവരുടെ കൂടെ നിൽക്കണം എന്ന് പറയുമ്പോൾ അധികാരം ഇവിടെ ആർക്കാണ്? പിണറായിക്കാണ്. അപ്പോൾ പിണറായിക്ക് ആദർശമില്ല എന്ന് ജി സുധാകരൻ സ്വന്തം പാളയത്തിൽ തന്നെ ഉള്ള ഒരാൾ പറയുമ്പോൾ ആഗോള അയ്യപ്പ സംഗമം പൊളിഞ്ഞു എന്നതിന് ഇതിലും വലിയ തെളിവ് വേണ്ട. അതായത് ഇത് മാത്രമല്ല, ഈ ആഗോള അയ്യപ്പ സംഗമം കൃത്യമായി ഇത് ദേവസ്വം ബോർഡിന്റെ പരിപാടിയാണ് എന്ന് പറയുന്നുണ്ടല്ലോ. ദേവസ്വം ബോർഡിന്റെ പരിപാടി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ പരിപാടി വിജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്താ സമ്മേളനം നടത്തുന്നത് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ, സർക്കാരിൽ നിന്ന് മന്ത്രിമാർ വി എൻ വാസവൻ, പിണറായി വിജയൻ ഒക്കെ തന്നെയാണ് ഈ പറയുന്നത്. പരിപാടി ഗംഭീരമായി. ഈ പറയുന്ന ദേവസ്വം ബോർഡിന്റെ പരിപാടി ആയിരുന്നുവെങ്കിൽ ദേവസ്വം ബോർഡിന് ഒരു വേവലാതിയുമില്ല. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇത് രാഷ്ട്രീയ പരിപാടിയായിരുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശനം പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ കാറിൽ വന്നിറങ്ങുന്നത്. അത് മാത്രമല്ല, ഈ വേദിയിൽ, അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വിജയൻ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് 2 ഗ്രൂപ്പുകൾക്കാണ്. ഒന്ന് NSSനും ഒന്ന് SNDPക്കും. ഇവിടെയാണ് 2024 മറ്റേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടിയാണ് പിണറായിക്കും CPMനും വേവലാതി തുടങ്ങിയത്. അതായത് ഹിന്ദു വോട്ടുകൾ ചോർന്നു പോയി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അതിൽ ഈഴവ വോട്ടുകൾ വലിയ രീതിയിൽ CPMന്റെ ശക്തിയായിരുന്നു. എല്ലാ മേഖലയിലും താഴെ തട്ടിൽ നിന്ന് തന്നെ ഈഴവ വോട്ടുകൾ ഇവരുടെ ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രമായിരുന്നു. അതിൽ ഇളക്കം തട്ടി 2024 തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. ഈഴവ വോട്ടുകൾ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞതാണ് ഈഴവ വോട്ടുകൾ ചോർന്നു എന്ന്. അതായത് ആ ഒരു ഭയം അവരെ വേട്ടയാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ നായർ ഈഴവ വോട്ടുകൾ തിരികെ എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തല പുകഞ്ഞ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതും മുതൽ ആലോചന തുടങ്ങിയതാണ് പാർട്ടി. അങ്ങനെ നോക്കിയപ്പോൾ മുന്നിൽ തെളിഞ്ഞ ഒരേ ഒരു മുഖമാണ് അയ്യപ്പൻ്റേത്. അപ്പോൾ ആ പരിപാടി നടത്തിയാലേ ഹിന്ദു വോട്ടുകൾ കിട്ടൂ എന്നുള്ള ഒരു വിശ്വാസമാണ് ഈ ഒരു പരിപാടിയിലേക്ക് കൊണ്ടെത്തിച്ചത് എന്നുള്ളതിന്റെ വിമർശനം വരുന്നുണ്ട്. നമുക്കറിയാം, മാത്രമല്ല ഈ അയ്യപ്പ സംഗമം നടത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ 10 മാസത്തിന് ശേഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച വിജയം കിട്ടുമെന്ന് ജോത്സി പ്രവചിച്ചു എന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ഒരു ചില കമന്റുകളും പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. ഇപ്പോൾ കോൺഗ്രസിൽ നിന്നാണ് അങ്ങനെ അതിശക്തമായ ഒരു വിമർശനം വന്നിരിക്കുന്നത്. അതായത് മാധവ പൊതുവാളിനെ എം വി ഗോവിന്ദൻ പോയി കണ്ടത് ഈ അയ്യപ്പ കോപം ശമിപ്പിക്കുന്നതിന് എന്ത് ചെയ്യാമെന്ന് ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ്. അങ്ങനെയാണ് അയ്യപ്പ സംഗമം നടത്തണം എന്നുള്ള മാധവ പൊതുവാളാണത് പറഞ്ഞത് എന്നൊക്കെയാണ് ഇപ്പോൾ കോൺഗ്രസിൽ നിന്ന് വിമർശനം വരുന്നത്. മറ്റൊരു ചോദ്യം കൂടി ചോദിക്കുകയാണെങ്കിൽ, ഈ അയ്യപ്പ സംഗമം, അതായത് ഇത്രയും നാള് നമ്മുടെ ഈ നാട്ടിൽ ഭരിച്ചു മുടിച്ചതിന് ഒരു താങ്ങായി, അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും എല്ലാം മറക്കാനായിട്ട് ഒരു അയ്യപ്പ സംഗമം നടത്തിയാൽ മതി എന്നവർ വിശ്വസിക്കുകയും അത് നടത്തി കഴിഞ്ഞാൽ വോട്ട് കുമിഞ്ഞുകൂടുമെന്ന് വിശ്വസിക്കുകയും ചെയ്ത ആ തെറ്റായ വിശ്വാസം
പിണറായി വിജയൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തുണയ്ക്കുമെന്ന് നമുക്ക് തോന്നാൻ സാധിക്കുമോ? ഇത് എങ്ങാനും വിജയിച്ചിരുന്നുവെങ്കിൽ? വിജയിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ തന്നെ ഈ വോട്ട് പെട്ടിയിലേക്ക് എത്തിക്കുക, അതിന് ഈ പറയുന്ന പോലെ തന്നെ പൊടുന്നനെ ഒരു ദിവസം ഒരു അയ്യപ്പ സംഗമം നടത്തിയാൽ ഭക്തരെല്ലാം തിരിച്ച് പാർട്ടിയുടെ കീഴിലേക്ക് ചേക്കേറും എന്നുള്ള ഒരു മൂഢസ്വർഗത്തിലാണ് പിണറായി വിജയൻ ഉള്ളത് എന്ന് നമുക്ക് കരുതേണ്ടി വരും. നമ്മൾ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് CPM-നെ വേട്ടയാടുന്നത് മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഈഴവ വോട്ടുകൾ പോയി എന്നുള്ളതാണ്. നമുക്കറിയാം, അതിന് വെള്ളാപ്പള്ളിയെ കൂടെ നിർത്തണം. വെള്ളാപ്പള്ളിക്ക് വലിയൊരു വിഭാഗത്തെ സ്വാധീനിക്കാൻ കഴിയും, വോട്ടുകൾ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം അവിടെയാണ് ഇവരുടെ ഒരു പേടി കിടക്കുന്നത്. തുഷാർ വെള്ളാപ്പള്ളിയുടെ മകൻ BDJS-ലാണ്. അപ്പോൾ ഈ ഈഴവ വോട്ടുകളെല്ലാം BDJS വഴി BJP-യിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വേവലാതി തുടങ്ങിയത് അവിടെ നിന്നാണ്. അങ്ങനെയാണ് ഈ പറയുന്നത് പോലെ തന്നെ ഇപ്പോൾ വെള്ളാപ്പള്ളിയെ സുഖിപ്പിച്ച് പണ്ട് വെള്ളാപ്പള്ളിയെ ചീത്ത വിളിച്ച പിണറായിയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളിയെ ചേർത്ത് നിർത്തുന്നതും ഒരേ വേദിയിൽ ഇടതും വലതുമായിട്ട് SNDP-യെയും NSS-നെയും നിർത്തുന്നതും ഒക്കെ നമ്മൾ കണ്ടത്. കേരളത്തിലെ വലിയൊരു വിഭാഗം വോട്ട്, അതായത് CPM-ന് വലിയ പിന്തുണ കൊടുത്തിരുന്നത് ഈഴവരാണ് എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല. അവിടെയാണ് ഈ പറയുന്ന ഇടയ്ക്കിടയ്ക്ക് പിണറായി വിജയൻ വന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങൾ പല വേദികളിലും പറയുന്നു. ഒരാവശ്യമില്ലെങ്കിലും ചില വേദികളിൽ കയറി നിന്ന് ശ്രീനാരായണ ഗുരുദേവനെ പൊക്കിയടിച്ചു പറയുന്നു. അപ്പോൾ ഇതിനു മുൻപ് എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യമുണ്ട്. ഒരു വേള ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ശ്രീനാരായണീയരെ അധിക്ഷേപിച്ചതും പിണറായി വിജയൻ തന്നെയാണ്. എത്ര വേദികളിൽ അധിക്ഷേപകരമായ പരാമർശങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. കേരളത്തിലെ വലിയൊരു ശതമാനം വോട്ട് വിഹിതം ഇവരുടെ കൈകളിലാണ്. ഏകദേശം 23% എന്തോ വരും ഈഴവരുടെ വോട്ട് വിഹിതം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത് മുഴുവൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ്. അതായത് കോൺഗ്രസ് ഇവർ തെരഞ്ഞെടുപ്പ് വരുമ്പോഴെല്ലാം പറയുന്നത് കോൺഗ്രസും CPM-ഉം തമ്മിലാണ് ഇവിടെ മത്സരം നടക്കുന്നത് എന്നാണ്. പക്ഷെ ഇവിടെ ആലപ്പുഴയിലേക്ക് വന്നപ്പോൾ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ശോഭാ സുരേന്ദ്രനും താഴെ പോയി CPM-ന്റെ സ്ഥാനാർത്ഥി. അപ്പോൾ വലിയൊരു നേട്ടം ആലപ്പുഴയിൽ ഉണ്ടാക്കാൻ ഈ പറയുന്ന ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. അതിനുശേഷം ആലപ്പുഴയിൽ നിന്നാണല്ലോ ഇപ്പോൾ വിഭിന്ന സ്വരമായിട്ട് ജി സുധാകരൻ ശക്തമായി വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ജി സുധാകരൻ അയ്യപ്പ സംഗമത്തെ പിന്തുണച്ച് സംസാരിച്ചത് പോലുമില്ല, അത് നല്ലതായിരുന്നെന്നോ അതിനെക്കുറിച്ച് ഒന്നും പറയാതെ ഇത്തരത്തിലൊരു കമന്റ് പങ്കുവെക്കണമെങ്കിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത് തന്നെയാണ്. അതായത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള ഒരു ഗിമ്മിക്ക് മാത്രമാണ് ഈ ആഗോള അയ്യപ്പ സംഗമം. അതിനിവിടെ ഇപ്പോൾ ലാഭം കൊയ്തിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഊരാളുങ്കലാണ്. കാരണം ഈ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിന് ഒരുക്കിയ വേദിയിൽ ആ AC മുറിക്ക് മാത്രം ഏകദേശം കോടിക്കണക്കിന് രൂപ ഈ ഊരാളുങ്കലിന്റെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നു. അതിനിപ്പോൾ ആഗോള അയ്യപ്പ സംഗമമല്ല, മറിച്ച് ആഗോള ശൂന്യ കസേര സംഗമമായിരുന്നാലും ശരി, ഇവർക്ക് ഇപ്പോൾ ലാഭം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നടത്തിയ ഗിമ്മിക്കുകളാണെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനിപ്പോ തുടരും. കാരണം ഈ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട് ശബരിമലയുടെ അവിടെ. അപ്പോൾ ഇതെല്ലാം ഊരാളുങ്കലിന് തന്നെയാണ് പോകുന്നത്. അപ്പോൾ സാമ്പത്തിക നേട്ടവും അതുപോലെ തന്നെ ഈ പറയുന്ന ഹിന്ദു വോട്ടുകൾ തിരികെ എത്തിക്കാനുള്ള ഒരു നീക്കവും അതിശക്തമായി ഈ പറയുന്ന ഇവരുടെ ഗ്രൂപ്പിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്കറിയാം, ശബരിമല എന്ന് പറയുന്നത് വികസനം എന്ന് പറയുമ്പോൾ അവിടെ ഈ പറയുന്ന വിമാനത്താവളം വരുന്നത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിഭാഗത്തിന് അത് ഗുണം ചെയ്യും. കാരണം ഒരുപാട് വയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് ശബരിമലയിൽ വരണം, അയ്യപ്പനെ കാണണമെന്ന് ആഗ്രഹമായി ബുദ്ധിമുട്ടുകൾ നേരിടുന്നവർക്ക് ഈ പറയുന്ന വിമാനത്താവളം ഉപകരിക്കും, അവിടെ എത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം. അതിനപ്പുറത്ത് ഈ വിമാനത്താവളത്തിന്റെ പേരിൽ നടക്കാൻ പോകുന്നത് വലിയ അഴിമതിയുടെ കാര്യമാണെന്നുള്ളത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വഴിക്ക് നടക്കും. പക്ഷെ അപ്പോഴും ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യുകയാണെങ്കിൽ, ശബരിമല എന്ന് പറയുന്നത് രണ്ട് മലകൾ ഇടയിലാണല്ലോ ഈ നമ്മുടെ അയ്യപ്പൻ വസിക്കുന്നത്. ഇവിടെ അയ്യപ്പൻ അടുത്തേക്ക് എത്തണമെങ്കിൽ കുറച്ച് പ്രകൃതി എന്ന് പറയുന്ന വലിയ ശക്തി അത് കനിയണം. അതായത് പ്രകൃതിയോട് ഇടകലർന്ന് നിൽക്കുന്ന അയ്യപ്പൻ, അങ്ങനെ അവിടെ ഒരു വികസനം വികസനം അത്രയും വരേണ്ടതില്ല എന്നാണ് മനസ്സിലാക്കുക. കാരണം ഇപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം തന്നെ പ്ലാനിംഗ് ഒക്കെ ബ്ലൂ പ്രിന്റ് ഒക്കെ പുറത്തുവിടുമ്പോൾ പമ്പയിൽ നിന്ന് ഡയറക്റ്റ് ഒരു വഴിയാണ് ശബരിമലത്തെ സന്നിധാനത്തിലേക്ക് വെട്ടിയിരിക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയന് നേരിട്ട് ഒരു പക്ഷേ അവിടേക്ക് എത്താനാണോ എന്നറിയില്ല. VIP-കൾ ആംബുലൻസുകൾ അതുവഴി പാഞ്ഞു പോകാൻ വേണ്ടി മാത്രമായിട്ടുള്ള വഴി നിർമ്മിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴും അവിടുത്തെ പ്രകൃതിക്കും അവിടുത്തെ ഈ സമ്പത്തിനും ഒക്കെ തന്നെ വലിയൊരു കോട്ടം തട്ടുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. അപ്പോൾ പൈതൃകപരമായിട്ട് കൊണ്ടുവരുന്ന മൂല്യങ്ങൾ, ശബരിമലയിൽ ജനങ്ങൾ വിശ്വസിക്കുന്ന മൂല്യങ്ങൾക്കുണ്ടാകുന്ന വലിയൊരു തകരാറ് അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോവുക എന്ന് മനസ്സിലാകുന്നു. ഉറപ്പായിട്ടും. കാരണം നമ്മളെപ്പോഴും ശബരിമലയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനൊരു
ചിട്ടവട്ടങ്ങളുണ്ടല്ലോ. 41 ദിവസത്തെ വ്രതം ഇന്നിപ്പോ അത് ആരും പാലിക്കാറൊന്നുമില്ല. അത് പാലിക്കുന്നവരുമുണ്ട്. ബഹുഭൂരിപക്ഷം കേരളത്തിൽ നിന്ന് പോകുന്ന എത്ര പേർക്ക് ഇത് പാലിക്കുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യമാണ്. മറ്റൊരു കാര്യം, ഈ അയ്യപ്പൻ മലയിലേക്ക് കയറി പോകുന്നു എന്ന് പറയുന്നത് നടന്നു പോയി കല്ലും മുള്ളും താണ്ടി അദ്ദേഹം അവിടെ പോയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതേ രീതിയിൽ തന്നെ കാണാൻ തൻ്റെ ഭക്തരും നടന്ന് ഈ യാതനകളൊക്കെ സഹിച്ച് തൻ്റെ മുൻപിൽ എത്തും എന്നാണ് ഒരു വിശ്വാസം. അപ്പോൾ അതൊരു ആചാരത്തിന്റെ ഒരു ഭാഗമാണ്. അല്ലാതെ നമുക്ക് ദൈവത്തെ കാണാൻ പോകുമ്പോൾ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടി മറ്റേ പമ്പയിലൊക്കെ വന്നിറങ്ങുന്നത് കാറിൽ ഒക്കെ വന്നിറങ്ങി വലിയ അയ്യപ്പനേക്കാൾ വലിയ പ്രൗഢിയിൽ വന്നിറങ്ങണം അല്ലല്ലോ. അപ്പോൾ ആ ഒരു വിശ്വാസമൊക്കെയാണ് ശബരിമലയിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ്, അല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഈ പറയുന്നത് പോലെ തന്നെ റോപ്പ് വേ പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി ഈസി ആയിട്ട് കയറി ചെല്ലുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാമായിരുന്നു. പക്ഷേ അവിടുത്തെ ഒരു വിശ്വാസം, ആചാരം അതൊക്കെ ആ രീതിയിൽ കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ അതിനെ പൂർണ്ണമായും പൊളിച്ചെഴുതാനൊന്നും കഴിയില്ല. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, ഇല്ല എന്നല്ല. കാരണം ഓരോ വർഷവും കോടിക്കണക്കിന് ആൾക്കാരാണ് ശബരിമലയിൽ പോകുന്നത്. അപ്പോൾ ബാത്റൂം സൗകര്യങ്ങൾ, അങ്ങനെയുള്ള വികസനങ്ങളാണ് അവിടെ ആവശ്യം. ഭക്തരുടെ സുഖമായ, കാരണം ഭക്തർക്ക് അറിയാമല്ലോ ശബരിമലയുടെ ഒരു ഘടന ഇങ്ങനെയാണ്. ശബരിമലയിൽ പോകണമെങ്കിൽ ഇത്രയും ദുരിതങ്ങൾ അനുഭവിച്ച് അങ്ങനെ പോകുമ്പോഴേ അവർക്ക് ഭക്തി കിട്ടും, അല്ലെങ്കിൽ അവരുടെ ജീവിതം പൂർണ്ണമാവുകയുള്ളൂ എന്നവർ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഘട്ടത്തിൽ ഭക്തർ തയ്യാറാണ്. ഇപ്പോൾ ഉള്ള നിലവിലുള്ള സാഹചര്യത്തിൽ കൂടെ കടന്ന് കല്ലും മുള്ളും ചവിട്ടി പമ്പയിൽ നിന്നും സന്നിധാനത്തിലേക്ക് പോകാൻ അവർ തയ്യാറാണ്. പക്ഷേ ഇവിടെ വേണ്ടത് ഈ പറയുന്ന പോലെ തന്നെ ഭക്തർ തയ്യാറാകുന്ന ഈ രീതിയിൽ നിന്ന് മാറ്റിക്കൊണ്ട് മറ്റ് പാതകൾ അവിടെ, അതും പറയുന്നത് എന്താണ്, VIP കൾ, VVIP കൾ, ആംബുലൻസുകൾ, ഈ പറയുന്ന സാധാരണക്കാർക്ക് അപ്പോഴും അവിടെ അവസരമില്ല. അയ്യപ്പന് മുൻപിൽ എന്ത് VIP VVIP, എല്ലാവരും സാധാരണക്കാർ തന്നെയാണ്, ഭക്തരാണ്. ഇപ്പോൾ ഈ പരിപാടി നടത്തിയപ്പോൾ പോലും അവിടെയാണ് എനിക്ക് അതിനോട് ഏറ്റവും വലിയ എതിർപ്പ് തോന്നിയത്. VIP കൾ, VVIP കൾ, അവർക്ക് മാത്രമാണോ ഈ ദൈവത്തിന് മുൻപിൽ പരിഗണനയുള്ളത്? എന്തുകൊണ്ട് ഒരു സാധാരണക്കാരായ കുറച്ച് ആൾക്കാരെ വിളിച്ച് അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയില്ല? അതൊരു ചോദ്യമല്ലേ? ഈ സർക്കാരിന്റെ എന്ത് പരിപാടി വന്നാലും കുറെ പൗരപ്രമുഖർ പങ്കെടുക്കണം. നവകേരള സദസ്സ് പൗരപ്രമുഖരെ കൊണ്ട് നിറഞ്ഞ ഒരു വേദിയായിരുന്നില്ലേ? എന്തിനായിരുന്നു ആ പരിപാടി നടത്തിയത് എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. കാരണം മുഖ്യമന്ത്രി ചെന്നിറങ്ങിയിടത്തെല്ലാം ഒരു വേദിയിൽ പൗരപ്രമുഖർ അവരുമായി കൂടിയിരുന്ന് ചർച്ച നടത്തുന്നു, അണ്ടിപ്പരിപ്പ് കഴിക്കുന്നു. സാധാരണക്കാർ പൊരി വെയിലത്ത് മഴയത്ത് മറ്റ് ഉദ്യോഗസ്ഥർ നിരന്നിരിക്കുമ്പോൾ അവർക്ക് മുൻപിൽ കൊണ്ടുപോയി നിവേദനം കൊടുക്കുന്നു. എന്നാ പിന്നെ സർക്കാർ ഓഫീസിൽ കൊണ്ടങ്ങ് കൊടുത്താൽ പോരെ? എന്തിനാണ് ഇത്രയും കോടികൾ പൊടിച്ചൊരു നവകേരളം യാത്ര നടത്തിയത്? എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്തോ എന്ന് കൈമലർത്തി കാണിക്കാനേ അവർക്ക് ഇപ്പോൾ എനിക്കറിയില്ല എന്നുള്ള ഒരു, നമ്മളിപ്പോൾ പറഞ്ഞു വന്നത് ഈ പറയുന്ന പോലെ തന്നെ അയ്യപ്പ ഭക്തർക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്കുള്ള ആവശ്യകത, അതെ തീർച്ചയായിട്ടും അത്തരം വികസനങ്ങളിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ കൈയടിക്കാം, നമുക്ക് തീർച്ചയായും പറയാം. അതൊരു അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവൃത്തിയാണ്. നമുക്ക് ഈ 2018 ശേഷം ഈ അയ്യപ്പ ഭക്തർ വലിയ രീതിയിൽ പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോയി എന്ന് മനസ്സിലായ ഒരു ഘട്ടം മുതൽ തന്നെ ശബരിമലയുടെ വികസനം സർക്കാർ പറയുന്നതാണ്. 9 വർഷമായില്ലേ, ഇറങ്ങാൻ ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴാണ് പൊടുന്നു തന്നെ പിണറായിക്ക് അയ്യപ്പ സ്നേഹം അങ്ങ് വഴിഞ്ഞൊഴുകിയത്. അതായത് 10 മാസം കൂടെ അല്ലേ ഇനി ഉള്ളൂ. അപ്പോഴെങ്കിലും അയ്യപ്പനെ കണ്ടു കഴിഞ്ഞാൽ ആരെങ്കിലും ചാക്കിട്ട് അല്ലെങ്കിൽ സോപ്പിട്ട് കഴിഞ്ഞാൽ വീണാണല്ലോ, ഒരു വോട്ടെങ്കിലും വോട്ട് പെട്ടിയിൽ വീടുമല്ലോ എന്ന് പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമുക്ക് ഈ പറയുന്ന അയ്യപ്പ സംഗമത്തിൽ എത്തിയവരുടെ ബൈറ്റ് എടുക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ചില മാധ്യമ പ്രവർത്തകർ പോയപ്പോൾ അതിൽ ഭീമൻ രഘു അദ്ദേഹത്തിന്റെ നിലപാട് എത്രത്തോളം വില ആൾക്കാർ കൊടുക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാവുന്നതാണ്. പക്ഷേ അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം ചാടിക്കടിക്കാൻ, കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് കൃത്യമായ സ്റ്റഡീസ് അല്ലെങ്കിൽ ഒരു സ്റ്റഡി ക്ലാസ് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം മാധ്യമ പ്രവർത്തകർ വന്ന് ചോദിക്കും, മണ്ടത്തരമൊന്നും എഴുന്നള്ളിക്കരുത്, പാർട്ടിയെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നമ ശിവ എന്ന് പറഞ്ഞൊന്നും മിണ്ടരുത്, പിണറായി വിജയനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും അറിയില്ല എന്ന് പറയണം. പകരം നിങ്ങൾ പറയേണ്ടത് അയ്യപ്പനെ കുറിച്ച് ഒരു GK തന്നെ നിങ്ങൾ തയ്യാറാക്കി വെക്കണം. അയ്യപ്പൻ ജനിച്ചത് എവിടെ, അയ്യപ്പനെ ഭദ്രം രാജകുമാരനെ എന്ന് കിട്ടി, അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ, അതായത് ഒരു PSC ക്വസ്റ്റ്യൻ എങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, PSCക്ക് നിങ്ങൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് വരണം. അതുകൊണ്ട് ചോദ്യം ചോദിച്ച മാധ്യമ പ്രവർത്തകൻ തിരിച്ചു ചോദിക്കുകയായിരുന്നു ഭീമൻ രഘു ഇവിടെ ചെയ്തിരുന്നത്. അപ്പോൾ തന്നെ വ്യക്തമല്ലേ, കൃത്യമായി ആർക്കും എന്താണെന്ന് അറിയില്ല. അയ്യപ്പ സംഗമം എന്ന് നാഴിക്ക് 40 വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ അയ്യപ്പ സംഗമം ആവുകയില്ലല്ലോ. ഭീമൻ രഘുവിനെയൊക്കെ ഇട്ടുകൊടുത്തതാണ്. കാരണം വളവളായിട്ടലച്ച് നിന്നോളുമല്ലോ. കാരണം ഈ നിലപാട് എന്നൊന്നും ഇല്ലാത്ത ഒരാളാണ് ഭീമൻ രഘു നമുക്ക് മനസ്സിലായതാണ്. കാരണം ആദ്യം BJPയിലേക്ക് ഓടിപ്പോവുക, പിന്നെ CPM തിരികെ വരിക, അങ്ങനെയുള്ള ചില കളികളൊക്കെ നടത്തുന്ന ആളാണ്. അപ്പോൾ
ഭീമൻ രഘു വേറെ ഒന്നും പറഞ്ഞില്ല. അയ്യപ്പന്റെ പുരാണം എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചോളൂ, ഞാൻ അതൊക്കെ പറയാൻ തയ്യാറാണ്. പക്ഷെ രാഷ്ട്രീയ പരിപാടിയല്ല, രാഷ്ട്രീയവൽക്കരിക്കുകയേ ചെയ്യരുത് എന്ന് നിരന്തരം മാധ്യമപ്രവർത്തകനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഉളുപ്പില്ലാത്ത വീഡിയോ എടുത്തു വെച്ചിട്ട് ഈ സൈബർ ഗ്രൂപ്പുകൾ CPM-ന്റെ മാപ്രയുടെ അണ്ണാക്കിൽ കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് അതങ്ങ് വൈറലാക്കുക. എന്താ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയില്ല, ബബ്ബ അടിക്കുക, എന്നിട്ടും അത് വൈറലാക്കി വിടാൻ കാണിച്ച ആ തൊലിക്കെട്ടി അത് CPM-ന്റെ സൈബർ ഗ്രൂപ്പുകൾക്ക് മാത്രമല്ലാതെ വേറെ ആർക്കും കഴിയില്ല. ഇതുപോലെ തന്നെ ഇപ്പോൾ അന്ന് അവിടെ നടന്ന അയ്യപ്പ സംഗമത്തിന്റെ ചില വീഡിയോകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഈ സൈബർ ഗ്രൂപ്പുകളൊക്കെ പ്രചരിപ്പിക്കുന്നത്. പിണറായി വിജയൻ കാറിൽ വന്നിറങ്ങുന്നതും ഒക്കെയാണ് പ്രചരിപ്പിക്കുന്നത്. അയ്യപ്പ സംഗമമാണ്, പക്ഷെ അയ്യപ്പനില്ല, മുഴുവൻ പിണറായി വിജയൻ നിറഞ്ഞു നിൽക്കുകയാണ്. വിശ്വാസമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരു കൂട്ടർ പെട്ടെന്നൊരു തവണ വിശ്വാസത്തിലേക്ക്, അമ്പലങ്ങളിലേക്ക് കയറുന്നു, അമ്പലങ്ങളിൽ നടക്കുന്ന പരിപാടികളിൽ ഇവരുടെ വിപ്ലവ ഗാനങ്ങൾ പാടുന്നു. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ, അതായത് അമ്പലത്തിലെ പരിപാടികൾ നിങ്ങൾ ഇടപെടണം എന്ന് സഖാക്കൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു. അതായത് BJP അമ്പലങ്ങൾ കേന്ദ്രീകരിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുമ്പോൾ അതുപോലെ അതേ മാതൃകയിൽ നമ്മളും ഇറങ്ങണം എന്നുള്ളതാണ് ഇവരുടെ നീക്കം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും രാഷ്ട്രീയം കളിക്കാനുള്ള ഇടമല്ല അമ്പലം. അത് വിശ്വാസികളുടെ കേന്ദ്രമാണ്. അവരാണ് തീരുമാനിക്കേണ്ടത് അവിടെ എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ. ഈ പറയുന്ന ഈ സംഘങ്ങൾ, അതായത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഈ പറയുന്ന പോലെ വേറെ ഏതെങ്കിലും മതവിഭാഗങ്ങളുടെ കേന്ദ്രങ്ങളിൽ കയറി ചെന്ന് ഇതുപോലെ കാണിക്കുമോ? കാണിക്കില്ല, പണി കിട്ടും, അതുകൊണ്ട് കാണിക്കില്ല. പക്ഷെ കയറി ഇറങ്ങി നിരങ്ങാവുന്നത് ഈ പറയുന്ന പോലെ തന്നെ ക്ഷേത്രങ്ങളാണല്ലോ. അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല എന്നുള്ള ഒരു ധാർഷ്ട്യമാണ് ഇവർക്കൊക്കെ. അതുപോലെ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനവും നടത്താനുള്ള ഇടമല്ല അമ്പലങ്ങൾ. അത് വർഗീയതയ്ക്ക് വഴിവെക്കുന്ന കാരണമാണ്, കലാപങ്ങൾക്ക് വഴിവെക്കും ഇത്തരത്തിലുള്ള ഇവരുടെ അതിര് കടന്നു പോകുന്ന രാഷ്ട്രീയ കളികൾ. അപ്പോൾ ഇപ്പോൾ ഈ വിഷയത്തിൽ ശബരിമലയിൽ നടന്നിരിക്കുന്നത് കൃത്യമായ രാഷ്ട്രീയ ഒരു വേദി ഉണ്ടാക്കിയെടുക്കുക, SNDP-യെയും NSS-നെയും അവിടെ അവതരിപ്പിക്കുക. ആ കാര്യത്തിൽ പിണറായി വിജയിച്ചു. കാരണം ഇരു കൂട്ടരെയും അവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതും ഇത്രത്തോളം വലിയ ശബരിമലയുടെ പേരിൽ വലിയ അടി അടക്കമുള്ളവരെ ഒരേ വേദിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഈഴവരുടെ പല പ്രമുഖരെയും ആ വേദിയിൽ എത്തിക്കാൻ പിണറായി വിജയന് കഴിഞ്ഞു എന്നുള്ളത് ഒരു വിജയം തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസമൊക്കെ ഈ വെള്ളാപ്പള്ളി നടേശന് ചില ഈഴവ ഗ്രൂപ്പുകളിൽ നിന്ന് മറുപടി പോയത് ഈഴവരുടെ മുഴുവൻ അട്ടിപ്പേർ അവകാശവും ഈ പറയുന്ന വെള്ളാപ്പള്ളിക്കല്ല, അതുകൊണ്ട് വോട്ട് കുത്തി കൊടുക്കാമെന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ മേലോട്ട് നോക്കിയിരിക്കത്തേ ഉള്ളൂ എന്നുള്ള ചില വിമർശനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതായത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് രാഷ്ട്രീയമായ ഒരു നീക്കമായിരുന്നു എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇത് പൊളിഞ്ഞു എന്ന്. പക്ഷെ പൊളിഞ്ഞില്ല എന്ന് പാർട്ടി സെക്രട്ടറിയാണ് ഇപ്പോൾ അതിന്റെ ഒരു ക്യാപ്സൂള് വിതരണത്തിന് ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും ജനങ്ങൾ മണ്ടന്മാരല്ല എന്ന് കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പക്ഷേ ആ അറിവിനായിട്ട് പൊടിക്കുന്ന കാശിൻ്റെ അല്ലെങ്കിൽ ഈ ചിലവിൻ്റെ തുക എന്ന് പറയുന്നത് വളരെ കുറവല്ല, അത് വലിയൊരു തുക തന്നെയാണ്. സാധാരണക്കാരനെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വികസനത്തിനായി ഉപയോഗിക്കേണ്ട പണമാണ് ഇങ്ങനെ ദൂർത്തടിച്ച് വല്ല ഈ പറയുന്ന ഊരാളുകളുടെ ബാങ്ക് അക്കൗണ്ടിൽ കൊണ്ട് നിറച്ചു കൊടുക്കുന്നത് എന്നാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഇതിനൊക്കെ തന്നെ കൃത്യമായ മറുപടി ഇത്തവണത്തെ 10 മാസം കഴിയുമ്പോൾ തീർച്ചയായും കേരളത്തിലെ ജനങ്ങൾ തരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പ്രതിപക്ഷം ഇതിൽ കുറെ കൂടി ശക്തമായ എതിർപ്പ് ഉന്നയിക്കാമായിരുന്നു. പ്രതിപക്ഷത്തിന് കിട്ടിയ നല്ലൊരു ടോപ്പിക്കായിരുന്നു, പക്ഷെ അവർ വേണ്ട വിധത്തിൽ അത് കൈകാര്യം ചെയ്തിട്ടില്ല എന്നുകൂടി വ്യക്തമാവുകയാണ്. മറ്റ് ടോപ്പിക്കുമായി നമുക്ക് അടുത്ത ദിവസം കാണാം. നമസ്കാരം.